പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇവിടെ ഇന്ന് ഏപ്രിൽ 3-ാം തീയതി ദുഃഖ വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു. നീ കുരിശിൽ നിന്റെ ജീവൻ സമർപ്പിച്ച ലോകത്തിൻ്റെ രക്ഷയുടെ ഈ വിശുദ്ധ ദിനത്തെ ജീവിച്ചിരിക്കാൻ കഴിഞ്ഞത്, വീണ്ടും നിന്റെ മരണം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ നന്ദിയോട് അനുസ്മരിക്കുന്ന കർത്താവേ. നിന്റെ രക്ഷയുടെ കുരിശ് ഞാൻ ഉയർത്തിക്കൊണ്ട് ആരെല്ലാം തിന്മയുടെ ശക്തികളിൽ അകപ്പെട്ടിട്ടുണ്ടോ, ആരെല്ലാം പാപശാപങ്ങളിൽ വീണിട്ടിട്ട് മുന്നോട്ട് ഗതി കിട്ടാതിരുന്നിട്ടുണ്ട്, യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശക്തിയാൽ നിന്റെ പാപശാപ ബന്ധനങ്ങൾ ഈശോ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ
കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും, ഇന്ന് ഓരോരോ കാര്യങ്ങൾക്കായി യാത്ര തിരിക്കുന്ന എല്ലാവരും, ഓരോരോ വിഷയങ്ങൾ ഫോൺ വിളിച്ച് ചോദിക്കുന്നതും അതിൻ്റെ ഉപായം കണ്ടെത്താൻ ശ്രമിക്കുന്നതും നിങ്ങളുടെ എല്ലാ സംരംഭങ്ങൾ സർവോപരി മുതുകിന് മുഴുവൻ നീര് വന്നിട്ട് ഷർട്ട് പോലും ഇടാൻ പറ്റാത്ത ഒരാളെ പുരുഷനെ കാണിക്കുന്നൊരു കർത്താവ്. ആ മകൻ്റെ മുതുകിൽ കർത്താവിൻ്റെ കുരിശിൻ്റെ നിഴൽ വീഴുന്നു. അവനെ കർത്താവ് സുഖപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, the fire fingers soaked with the precious blood. I command you, in the name of Jesus Christ, you be healed. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ദിവസമാണ്. എൻ്റെ ഹൃദയത്തെ എപ്പോഴും ബാധിച്ചിട്ടുള്ള കർത്താവിൻ്റെ അന്ത്യവിനാഴികയെക്കുറിച്ചുള്ള ഐസയുടെ പ്രവചനങ്ങളുണ്ട്. അത് നമ്മളിന്ന് എല്ലാവരും സുവിശേഷമായിട്ട് വായിക്കും. അത് ഐസയ 53:7 നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമന്നത്. അത് വെറുതെ വായിച്ചാൽ നമുക്കൊന്നും ഫീൽ ചെയ്യത്തില്ല. ആദ്യം യേശുവിനെ സ്നേഹത്തിൽ ഫീൽ ചെയ്തുകൊണ്ട് ആ ഭാഗങ്ങൾ വായിക്കുമ്പോഴാണ്. പണ്ടൊക്കെ നമ്മുടെ അപ്പൂപ്പന്മാരും ഒക്കെ എല്ലാം വീട്ടിൽ ഈ ദിവസങ്ങളിൽ ഈ പുത്തമ്പാനെയൊക്കെ വായിച്ച് ഇരുന്ന് കരയണ കണ്ടിട്ടുണ്ട് ഞാൻ. നമുക്കിന്ന് ദൈവത്തിന് അവർക്കുണ്ടായതിനേക്കാൾ കൂടുതൽ അറിവുകളുണ്ട്, പക്ഷെ ആത്മബന്ധമില്ല. ഇത് ഒരു ട്രാജഡിയാണ്. അറിവ് കൂടിയപ്പോൾ ആത്മബന്ധം കുറഞ്ഞു, അതുകൊണ്ട് അനുഭവങ്ങളും കുറഞ്ഞു. ഇതൊക്കെ വെള്ളിയാഴ്ചയുടെ ട്രാജഡി. യേശുക്രിസ്തു മരിച്ചതല്ല, നമുക്ക് മരിച്ചതിൻ്റെ അനുഭവം ഫീൽ ചെയ്യാത്തതാണ്. അതെങ്ങനെ ലോകത്തിന് സാത്താന് എപ്പോഴും അത് ലോകത്തിന് ഫീൽ ചെയ്യിക്കരുത് എന്ന് എന്തോ ദൃഢനിശ്ചയമുള്ളതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. കാര്യം ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങളിൽ നിന്ന് യേശുവിനെ ഇങ്ങനെ പതുക്കെ പതുക്കെ പിടിച്ചു മാറ്റുന്ന പോലെ ഓരോ കാലത്തിൻ്റെ അടയാളങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അലഹാബാദ് ഹൈക്കോടതിയിൽ ഏറ്റവും പുതിയൊരു വിധിയുണ്ടായി. നിങ്ങൾ കേട്ടതാണ്. അതായത് ഭർത്താവിൻ്റെ അപ്പനെ അമ്മയെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഭാര്യയ്ക്കില്ല എന്നും പറഞ്ഞൊരു വിധിയുണ്ട്. അതായത് മരുമകൾക്കില്ലെന്ന്. അപ്പോൾ നിങ്ങൾ പറയും, അതാണല്ലോ ശരി. ലോകത്ത് 2 തരം ശരികളുണ്ട്. ഈ 2 കള്ളന്മാരുള്ളതുപോലെ 2 ശരികളുണ്ട്. അതായത് ഒന്ന് ലീഗലായിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ, മറ്റത് എത്തിക്കലായിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം മരുമകൾക്ക് ഭർത്താവിൻ്റെ അമ്മയെ അല്ലെങ്കിൽ അപ്പനെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ലെന്ന് കോടതിയാണ് പറയണത്. അത് നിയമപരമായൊരു വശമാണത്. ഇപ്പം താഴെ എഴുതി കമൻ്റ് വരുന്നുണ്ട്, ഈ കാലങ്ങളിൽ കഞ്ചാവ് പിടിച്ച ആൾക്കാരും ജഡ്ജിയായിട്ടുണ്ടെന്നും പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ കമൻ്റ് ചെയ്യുന്നുണ്ട്. ചിലർ പറയണത് അത് ശരിയാണല്ലോ എന്ന് പറയണ ഒരു ഭാഗമുണ്ട്.
വേറൊരു കമൻ്റ് ഉള്ളത്, അങ്ങനെ അപ്പനെയും അമ്മനെയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വീട് വാങ്ങിച്ച് മാറി താമസിക്കാൻ, അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം അത് അവരുടെ രക്തത്തിൻ്റെ മാംസത്തിൻ്റെ വിലയായ വീട് നിങ്ങൾ ഉപയോഗിക്കുന്നിടത്തോളം കാലം അവരെ നോക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്, കോടതി ബാധ്യതയില്ലെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞൊരു വേറെ കമൻ്റുണ്ട്. ഞാനിപ്പോൾ ഈ ദുഃഖവെള്ളിയാഴ്ച അത് സൂചിപ്പിക്കാൻ കാരണം, ഇത് പല ആൾക്കാർക്കും ദുഃഖവെള്ളിയാഴ്ച രണ്ട് കള്ളന്മാർക്ക് രണ്ട് അനുഭവങ്ങളാണ് ദുഃഖവെള്ളിയാഴ്ച നൽകണത്. എന്താ വെച്ചാൽ, ഒരാൾ നിയമത്തിൻ്റെ സൈഡിൽ നിൽക്കുക, അയാൾ പറയണതിൻ്റെ അത് കാര്യമുണ്ട്, നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. ലീഗൽ സൈഡ് അതാണ്. മറ്റേയാൾ പറയണത്, ഞാൻ നിന്നെ അറിയാൻ വൈകിപ്പോയി, എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. കർത്താവ് ആ പറയുന്നത് ഒരു എത്തിക്സ് ഉണ്ട് ശരിക്കും. കാര്യം ദൈവപുത്രനാണെങ്കിലാണെന്നല്ല ഇയാൾ പറയണത്, ഇടതുവശത്തെ കള്ളൻ. മറ്റേയാൾ പറയണത്, ആണെങ്കിൽ ഞാൻ അപരാധിയല്ലേ, ആ ഒരു പൊസിഷനാണ് അയാൾ ആ വലതുവശത്തെ കള്ളൻ ഡെവലപ്പ് ചെയ്യണത്. ഒരാൾ ലീഗൽ സൈഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ മറ്റേയാൾ എത്തിക്കൽ സൈഡ് ഡെവലപ്പ് ചെയ്യുന്നത്. കർത്താവ് തിരിയണത് ആരുടെ നേരെയാണ്? ലീഗൽ സൈഡിൻ്റെ ഒക്കെ അല്ല തിരിയണത്, മറിച്ച് അതിൻ്റെ ധാർമ്മികത നോക്കുന്ന ആളിൻ്റെ അടുത്താണ് തിരിയണത്. കാര്യം ധാർമ്മികത നോക്കുന്നവർക്കാണ് മാനസാന്തരങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നീ ഇന്ന് എൻ്റെ കൂടെ പ്രതീക്ഷയിലായിരിക്കുമെന്ന് അവൻ്റെ മാനസാന്തരത്തിന് കർത്താവ് സ്പോട്ടിൽ ഉത്തരം കൊടുക്കുന്നുണ്ട്. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം സിദ്ധിക്കുമെന്നുള്ളത് ചിലരോട് ഈശോ കൊടുത്ത ചില മറുപടികളാണ്. അപ്പം ഈശോയ്ക്ക് വേണമെങ്കിൽ സ്പോട്ടിലും കൊടുക്കാം, അത് ഈശോയാണ് തീരുമാനിക്കുന്നത്. അതിൻ്റെ ഒരു സത്യസന്ധതയും പരമാർത്ഥതയും ലുക്ക 14:12 മുതലുള്ള വചനങ്ങളാണ്. നീ ഒരു സദ്യയോ അത്താഴവിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത്. ഒരു പക്ഷേ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. ഇതാണ് വിഷയം. അത് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം അന്ത്യവിധിയുമായിട്ട് വരണതാണ്. ഇതിപ്പോൾ തനത് വിധി പോലെ വന്നിരിക്കുക, ഓൺ ദി സ്പോട്ടിൽ ആൻഡ് ജഡ്ജ്മെന്റ്. ഇവിടെ കർത്താവ് അന്ത്യവിധിയാളനായി തന്നെയാണ് നിൽക്കുന്നത്. പണ്ട് സഭാപിതാക്കന്മാർ പറയുമായിരുന്നേ, കുരിശിൽ കിടക്കുന്ന കർത്താവിനെ കാണുമ്പോൾ കുരിശ് കർത്താവിൻ്റെ സിംഹാസനമാണ്, രാജാവിൻ്റെ മുകളിൽ എഴുതി വച്ചിട്ടുണ്ട് ജീസസ്, അതായത് അയ്യൻ, യേശു നസ്രേനി, റക്സ്, യുദയോരും, യൂതന്മാരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോ. അപ്പോൾ ആ രാജാവിൻ്റെ കുരിശ് സിംഹാസനം എന്ന് പറയുന്നത് കുരിശ് തന്നെയാണ്. സഭാപിതാക്കന്മാർ പറയുവേ, ചെങ്കോല് കുരിശ് തറക്കപ്പെട്ട ആണികളും പിടിച്ചുകൊണ്ടാണ് കർത്താവ് വിധി നടത്തുന്നതെന്ന്. അപ്പം അവിടെയും
കർത്താവ് പണ്ട് പറഞ്ഞിട്ടില്ലേ, രാജാവ് തൻ്റെ വലതുവശത്തുള്ളവരോട് പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവീൻ, ലോകാരംഭം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കുവീൻ. അപ്പോൾ അവിടെയും ഇടതുവശവും വലതുവശവും ഉണ്ട്. മത്തായി 25:41. അനന്തരം അവൻ തന്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി. അപ്പൊ ഈ ഇടതുവശത്തുള്ള കള്ളനോട് പറയാനുള്ള കാര്യങ്ങള് നേരത്തെ പറഞ്ഞു ഈശോ. ഇപ്പം മിണ്ടണില്ല. നേരത്തെ പറഞ്ഞ് ശപിക്കപ്പെട്ടവരെ. എന്താ കാര്യം അവിടെ? ഈവൻ കർത്താവിനെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം. ആ വലതുവശത്തുള്ള ആള് തിരിച്ചറിഞ്ഞില്ല എങ്കിലും ആ സാധ്യതയെ അംഗീകരിച്ചു, പിന്നീട് അത് സമ്മതിച്ചു. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ അയാളൊരു തുറവിയുണ്ടായിരുന്ന വിഷയം. ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എത്തിക്സിലാണ് തുടങ്ങിയത്. ഇടതുവശത്തെ കള്ളൻ ലീഗൽ പോയിൻ്റാണ് പറയണത്, എനിക്ക് പ്രൂഫൊന്നും ഇല്ലെന്ന് പറയും. ലുക്ക 23:39. ഇത് ഇടതുവശത്തെ കള്ളന്റെ റെസ്പോൺസാണ്. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അയാളെ ക്രിസ്തുവാണെന്നുള്ള കാര്യം അംഗീകരിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറയണത്. വലതുവശത്തെ കള്ളൻ അംഗീകരിച്ചു, പക്ഷേ ഇടതുവശത്തെ കള്ളനുള്ള ഉത്തരം കർത്താവ് നേരത്തെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരോട് കർത്താവ് തൽക്കാലം മറുപടി പറയണില്ല. ഇപ്പം ജഡ്ജി എന്താ പറഞ്ഞത്? ധാർമ്മികമായിട്ട് ഓക്കെയാണ്, പക്ഷേ പേഴ്സണൽ ഫ്രീഡം ഉണ്ടെന്ന് പറയും. അതാണ് അലഹബാദ് കോടതിയിൽ ജഡ്ജി പറഞ്ഞത്. മരുമകൾക്ക് അയാളുടെ പേഴ്സണാണ്, അവർക്ക് അവിടെയുള്ള ഫ്രീഡം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു ദുഃഖവെള്ളിയുടെ എല്ലാ ശക്തിയും എല്ലാ അതിജീവന അഭിഷേകവും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.